ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പച്ച മാങ്ങ കൊണ്ട് ഒരു പച്ചടി വെച്ചതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. മാങ്ങ പച്ചടി ഉണ്ടാക്കുന്നതിന് ഞാൻ അധികം പുളിയില്ലാത്തൊരു മൂവാണ്ടൻ മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് ഞാൻ കീറി എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചെറിയതുകൊണ്ട് നമുക്ക് ആദ്യം ഈ മാങ്ങ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. മാങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ എടുത്തു വെച്ച തേങ്ങ എല്ലാം ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഈ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന പച്ചമുളക് 5 എണ്ണം ഉള്ളത് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഇത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ നല്ലതുപോലെ ഒത്തിരി വെണ്ണ പോലെയല്ല, ഈ പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തു. ഇതിലേക്ക് ഇനിയും മാങ്ങ ഇട്ടൊന്ന് ചതച്ചെടുക്കാം. മാങ്ങ ഒന്നും ഒത്തിരി അരയരുത്. ഇതൊരു നല്ല നാടൻ മാങ്ങ പച്ചടിയാണ്. ഒത്തിരി അരയാതെ ഇത് നമുക്ക് അടിച്ചുകൊണ്ട് വരാം. നമ്മൾ ആ മാങ്ങായും നല്ലപോലെ ഒന്ന് ഒതുക്കിയെടുത്തു. കണ്ടോ, ഇങ്ങനെ ഇരുന്നാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഒത്തിരി അരയരുത്, കഴിക്കും. നമുക്കിത് ഒന്ന് ചതച്ചുകൊണ്ട് വരാം. നോക്കിക്കുക, നമ്മുടെ ആ കടുകും എല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഒഴിക്കുക. പുളി വേണ്ടവർക്ക് പുളിയുള്ളത് ചേർക്കാം. ഞാനിപ്പോൾ പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയാണ് പച്ചടിക്കൊക്കെ നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടി വരുന്ന കടുകിലേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പും മാങ്ങായും എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഒട്ടും തിളപ്പിക്കരുത്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ മിക്സിക്കകത്ത് ഒരു ശകലം വെള്ളവും കൂടി ഒഴിച്ച് അതുകൂടെ കലക്കി ഒഴിക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കാം. മാങ്ങാപ്പച്ചടി റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഈ പച്ചടിക്ക്. ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. ഒന്ന് ചെറുകെ ചൂടാക്കുക. നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി മാങ്ങാ പച്ചടി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ.